കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്രിക നൽകുന്നതിന് മുൻപ് തന്നെ CPM അവരെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അതായത് ഏറ്റവും വലിയ ജനാധിപത്യ കശാപ്പ് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പണ്ടുമുതൽ തന്നെ CPM ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ്. BJP അട്ടിമറിയിലൂടെയാണ് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നതെങ്കിൽ CPM അക്രമത്തിലൂടെയാണ് ജനാധിപത്യം ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രിപുരയിലും ബംഗാളിലും ക്ഷയിച്ചു തീർന്നിട്ടും CPM പാഠം പഠിച്ചിട്ടില്ല. കണ്ണൂരിൽ ഇത്തവണയും അത് തന്നെ ആവർത്തിച്ചു. പ്രത്യേകിച്ച് CPM സെക്രട്ടറി MV ഗോവിന്ദന്റെ മണ്ഡലത്തിൽ വ്യാപക അക്രമങ്ങളെയാണ് നടത്തിയിരിക്കുന്നത്. പണ്ടത്തെ കണ്ണൂരിൽ നടക്കുന്നത് പോലെ ഇപ്പോൾ നടക്കുന്നില്ലെങ്കിലും ചില പാർട്ടി ഗ്രാമങ്ങളിൽ അവർ വെറും കാട്ടാളന്മാരാകുകയാണ്. ഗോവിന്ദന്റെ ഭാര്യ ചെയർപേഴ്സണായൊക്കെ ഇരുന്ന ആന്തൂൽ നഗരസഭയിലെ 5ാം പീടിക വാർഡിൽ UDF സ്ഥാനാർത്ഥിയായ ലിവ്യയെ CPM തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഭീഷണിപ്പെടുത്തിയതോടുകൂടിയാണ് 2 വാർഡിൽ സ്ഥാനാർത്ഥി ഇല്ലാതായത്. കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് പറഞ്ഞത് പ്രകാരം ആന്തൂരിൽ ഭീഷണി കാരണം 2 ഡിവിഷനുകളിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ UDFന് കഴിഞ്ഞില്ല. മറ്റ് പലയിടത്തും CPM സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയെന്നും സ്ഥാനാർത്ഥികളെ മാത്രമല്ല പിന്തുണച്ച 4 പേരെയും ഭീഷണിപ്പെടുത്തി. അതോടെ കണ്ണപുരത്ത് ഒരു സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. ജനാധിപത്യ പോരാട്ടത്തിന്റെ ഭാഗമാകുന്ന ഒരു സ്ഥാനാർത്ഥിയെ പോലും ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിച്ചിരിക്കുകയാണ്. അതുപോലെ MV ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ തന്നെ പെടുന്ന മലപ്പട്ടം പഞ്ചായത്തിലും വ്യാപകമായ കശാപ്പാണ് നടന്നിരിക്കുന്നത്. മലപ്പട്ടം 12ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി നിത്യശ്രീയുടെ പത്രിക വ്യാജ ഒപ്പ് എന്നും പറഞ്ഞ് തള്ളുകയായിരുന്നു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ചെയ്യിക്കുന്നതാണ്. നിത്യശ്രീ നേരിട്ട് ഹാജരായാണ് പത്രിക നൽകിയത്. ഇന്ന് നേരിട്ട് ചെന്നിട്ടും പത്രിക തള്ളിയെന്നും കണ്ണൂർ കളക്ടർ CPMനെ സഹായിക്കുകയാണെന്നും DCC അധ്യക്ഷൻ പറയുന്നതിന് കാരണം കുറെയുണ്ട്. ADM നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും ആത്മഹത്യ ചെയ്ത BLOയുടെ CPMനെതിരെയുള്ള പരാതി ഒളിപ്പിച്ചു വെച്ചതെല്ലാം ഇതേ കളക്ടറായിരുന്നു. ഗോവിന്ദനും കളക്ടറുമൊക്കെ അറിഞ്ഞുള്ള ജനാധിപത്യ കശാപ്പാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിത്യശ്രീയുടെ പത്രിക തള്ളിയ വിഷയം കളക്ടറേറ്റിൽ ഹിയറിംഗ് നടത്തി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട മാർട്ടിൻ ജോർജ് CPMന്റെ തോന്നിവാസം ഇനി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. CPM സെക്രട്ടറിയുടെയും കളക്ടറുടെയും നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന കണ്ണൂരിലെ ജനാധിപത്യ കശാപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഏതായാലും മോഷ്ടിച്ചും തട്ടിപ്പ് നടത്തിയും കേരളത്തെ ഇല്ലാതാക്കിയ CPMന്റെ സെക്രട്ടറിക്ക് വന്നിരിക്കുന്ന വിഭ്രാന്തി തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് സ്വന്തം മണ്ഡലത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. ഇത് ജനാധിപത്യ കശാപ്പ് എന്ന് വളരെ വ്യക്തമാണ്. ഗോവിന്ദൻ എതിരാണെങ്കിൽ അത് പാടില്ല എന്ന് ഒരു വാക്കെങ്കിലും പറയണ്ടേ?